നമസ്കാരം. വൈഖരിയുടെ ചിന്താപ്രഭാതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശബ്ദം 4 വിധത്തിലുണ്ട്. പര, പശ്യന്തി, മധ്യമ, വൈഖരി. നമ്മുടെ നട്ടിലിൻ്റെ അടിഭാഗത്തിലുള്ള മൂലാധാര ചക്രസ്ഥാനത്തു നിന്നും പുറപ്പെടുന്ന ശബ്ദത്തെ പര എന്ന ശബ്ദം കൊണ്ട് വിവക്ഷിച്ചിരിക്കുന്നു. ഒരു രൂപവുമില്ലാത്ത ഒരു പ്രത്യേകതയാണ് അതിനുള്ളത്. ഇനി അത് പ്രകടീകൃതമായി രൂപത്തിലുള്ളതായി നമുക്ക് കാണാൻ സാധിക്കുന്ന അർത്ഥത്തിൽ വരുമ്പോൾ അത് നാഭിസ്ഥാനത്തെത്തുകയും പശ്യന്തി എന്നതിന് പേര് സിദ്ധിക്കുകയും ചെയ്യുന്നു. പിന്നീട് ആ ശബ്ദം സഞ്ചരിച്ച് നമ്മുടെ ഹൃദയത്തിൽ എത്തുന്നു. ഒരു മാധ്യമത്തിലൂടെ നമ്മളുടെ വികാരങ്ങളോട് ചാലിച്ച് അത് സ്വീകരിക്കപ്പെടുമ്പോൾ മധ്യമ എന്ന പേരോടുകൂടി അവിടെ അറിയപ്പെടുന്നു. പതുക്കെ ആ ശബ്ദം വീണ്ടും സഞ്ചരിച്ച് നമ്മുടെ കണ്ഠദേശത്ത് എത്തുമ്പോൾ അതിനു പേര് വൈഖരി എന്നാണ്. പരാവാങ്മൂല ചക്രസ്ഥ പശ്യന്തി നാഭിസംസ്ഥിത ഹൃദിസ്ഥ മധ്യമാജ്ഞേയ വൈഖരി കണ്ഠദേശിക എന്ന് പറയാറുണ്ട്. നമസ്കാരം.